ചന്ദ്രനുണ്ടോ ചേട്ടാ? സിംഗിളായി നിൽക്കുന്നു മുനീസ്. സ്വയം ചായ കുടിച്ച് ആലോചനയിൽ ഏർപ്പെടുന്ന മുനീസ് മൈത്ര. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മള് എന്താ പറയാ, കുറച്ചായിട്ട് വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പൊ ഓരോ തിരക്കിലായി പോയി. അപ്പൊ നമ്മളെ കോളേജ് പഠിച്ച ചെക്കന്മാരപ്പോ നമ്മളെ കോഴിക്കോട് പോവാണ്. മുനീസ് വിളിച്ചു, നമ്മളിങ്ങനെ കോഴിക്കോട് പോവല്ലെന്ന് പറഞ്ഞാണ്ട് നമ്മളിങ്ങനെ പോയോണ്ടൊക്കെയാണ്. അപ്പൊ നമ്മളെ കൂടെ ഉള്ളത് മുനീസാണ് വണ്ടി ഓട്ടുന്നത്. അതുപോലെ ചക്കിയുണ്ട്, അഞ്ചുണ്ട്, വാത്സാലുണ്ട്. അപ്പൊ നമ്മള് പോയോണ്ടൊക്കെയാണ്. ആൾക്കാരൊക്കെ അതല്ല വലത്തത്തെ ഇതോ ആ കുറ്റിയടാ സൈഡത്തെ കുറ്റിയെ ഇതോ വളവുന്ന അമ്മ പ്രശ്നമായി. എന്താ നമ്മളിന്നത്തെ പ്ലാനിങ്? പ്ലാനിങ് ഒന്നുമില്ല. അതെ നമ്മള് ആലപ്പുഴ ആലപ്പുഴ കട്ടട്ടോളി അപ്പൊ ഗൈസ് നമ്മള് വാഴ 2 കണ്ടു. ഇങ്ങനെ ഇറങ്ങി തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് മുനീസ് വിളിക്കണത്. ആ ഫീലിംഗ് അങ്ങനെ മനസ്സിന് വിട്ടിട്ടില്ല. ഇനി എന്താ പറയുക, മൂവിയാണ്. അപ്പൊ എല്ലാരും പോയി കാണും. ആ ഫീലിംഗോട് കൂടി കാലിക്കറ്റ് പോവാന്നുള്ളൊരു മൈൻഡാണ് മുനീസ് വിളിച്ചപ്പോ എനിക്ക് വന്നത്. പിന്നെ അഞ്ചിമ കണ്ടിട്ടുണ്ട്. അഞ്ചിമ എന്താ അഭിപ്രായം? അഞ്ചിമ അപ്പൊ അഞ്ചു വെച്ചതിന് എന്നോട് നോണറിനെ അഞ്ചിപ്പ് കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ വീഡിയോ ഓൺ ആക്കിയപ്പോ അങ്ങനെ സ്റ്റാൻഡേർഡ് ഇതാക്കാണ് നോക്കിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാരും വാഴ 2 കാണാം. അതായത് വാഴ 1 വേറെ കഥയാണ്, അതുപോലെ 2 വേറെ കഥയാണ്. കട്ട് ചെയ്തതൊക്കെ കുറച്ച് കട്ട് ചെയ്യാനും വേണ്ടേ. അതായത് വാഴ 1 ഒരു 4-5 ചെക്കന്മാരെ പാടാണ്. വാഴ 2 ഹാച്ചറും ടീമിന്റെ പാടാണ്. അതെനിക്ക് ആ 4 ചെക്കന്മാരുള്ളൂ. അതെല്ലാം പറഞ്ഞത്. 2 വേറെ വേറെ കഥ. അതായത് വാഴ 1ന്റെ ബാക്കിയല്ല വാഴ 2 വേറെ വേറെ കഥയാണ്. അപ്പൊ ഇത്ര പറയുള്ളൂ. എന്താ വെച്ചാല് എല്ലാരും പടം കാണാം, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. നല്ല ഫീൽ ഗുഡ്, അതുപോലെ കോമഡി പടമാണ്. ഓക്കെ, എന്റെ ഒന്നും പൈസ ഇല്ല. ആരെല്ലാം പൈസ ഉണ്ടാവാം. എന്റെ പൈസ ഉണ്ട്, പക്ഷേ വരുന്നില്ല. എന്റെ അത്ര അല്ല, പക്ഷെ എന്റെ കുറച്ച് പൈസ ഉണ്ട്. അതെ, ഏതായാലും നമ്മള് ഈ യാത്ര എന്താന്ന് വെച്ചാല് പ്ലാനിങ് ചെയ്തിട്ടൊന്നുമില്ല. ഒറ്റടിക്ക് മുനീസിനെ വിളിച്ചു. കോഴിക്കോട് പോവല്ലേ, ഞായറാഴ്ചയൊക്കെ അല്ലേ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഏതായാലും നമ്മളെന്നെ ബാക്കി വിഷ്വൽസ് കാണാം. പാരമ്പര്യമായിട്ട് ഇതാണ് UDF ആണ്. അപ്പൊ പിന്നെ ഞാനായിട്ട് ഇനി LDF മാറിയ ഒരു വിഷയാവില്ല. അതൊരു പാട്ടായിട്ട് എടുത്താ നമ്മളെ ആൾക്കാർക്ക് നല്ല പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കണ ഫുൾ പാട്ട് അല്ലേ. പിന്നെ വർത്താനല്ല. അല്ലെ നമ്മളിപ്പോ എന്തിലാണ്ട് പോന്നേ മുന്നേ, നമ്മളിപ്പോ എന്തിലാണ്ട് പോന്നേ. കോഴിക്കോട്ടിക്കോ ഒറ്റമക്ക് ചിരിക്കടാ ചിരിക്കടാ. ഏതായാലും എന്താ ചെയ്യാ, ദുആ ചെയ്യാ.
കോഴിക്കോട് കറങ്ങാൻ എടാ ഇന്ന് കൊറേ ആൾക്കാർ പിരിവിന് പോയി പറഞ്ഞേ കോഴിക്കോട് കോഴിക്കോട് എന്തിനാ പോണത്? അതിന് മുമ്പ് ചോദിച്ചു പെങ്ങളാ അല്ല അഞ്ചിബേ എന്റെ പാരുണ്ടായിന് വാക്ക് കണക്കാക്കി മുക്കത്തൊക്കെ മഞ്ചേരിക്കൊക്കെ പോയാല് അഞ്ചിബേ എന്റെ പാരുണ്ടായിന് വാക്ക് എന്റെ ഫ്രണ്ട്. അപ്പൊ അൻഷിബ് ഒറ്റക്കല്ല പോയത്, അൻഷിബിന്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പം വിശ്വസിച്ചു അപ്പം ഓക്കെ ആവും. ഗേൾ ഫ്രണ്ട് അപ്പൊ ഉമ്മ ഓക്കെ ആവും. നമ്മള് ഈ കജ്ജാണ് കഴിഞ്ഞ അടിക്കാണ് പോണാലും ഫോൺ അവിടെ നിൽക്കും. അത്രയും ട്രൈ ചെയ്താലേ നമ്മള് വിജയിക്കുള്ളൂ. ഈ പുടുത്തമാണോ കോഴിക്കോട് അത്ര പിടിച്ചോ. പിന്നെ അങ്ങനല്ല പറഞ്ഞേ, നമ്മള് എടുക്കുന്ന ടൈമില് നമ്മള് ഇതാവൂലാന്ന് തളരൂലാന്ന്. മണ്ട ഇങ്ങനെ കോഴിക്കോടത്തെ പിടിച്ചിട്ട് അതിൽ കിട്ടണൊക്കെ കൂട്ടാണ്ടല്ലേ ഇതാക്കല്. ഉണ്ട് പിന്നെത്താ കോഴിക്കോടത്തെ പിടിച്ചേക്ക് എന്നാ അറിയാനും പറയട്ടെ അത്ര പിടിച്ചിക്കണം. മകനായി അപ്പൊ നമ്മളൊരു ചെറിയ റൂട്ട് കൂടെയാണ് വന്നപ്പോ അവിടെ പൂക്കോടിച്ചോലെത്തി. പൂക്കോടിച്ചോല എത്തിയിട്ടുണ്ട് ഗായ്സ്. പോകും മുമ്പ് പള്ളിയിൽ എന്നെ ചേർത്തി കത്തും വന്നെത്തി. അല്ല ഗജ സീസണിൽ ഇവിടെ ക്യാൻവറിൽ കയറിയില്ലേ നീ? ഞാൻ ചോദിച്ചു കിട്ടിയോ? അരികോടുക്ക ടൈമിൽ ഇറങ്ങുന്ന ടൈമിലൊക്കെ ക്യാൻവറിൽ ചെക്കന്മാരെ പോകുമ്പോൾ ഇതിന്റെ ലൈനാണ് കോളിങ്ങിലാട്ടോ. ഭാരിച്ച കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ചോറുന്ന തൊട്ട് എല്ലാ വരച്ച കാര്യങ്ങളും അന്വേഷിക്കണ്ട്. നല്ലൊരു കുട്ടിയാണ് വായതിന്റെ. ഇല്ല 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 ഇല്ല. അപ്പൊ വായതിന്റെ കല്യാണം ഉടനെ ഉണ്ടാവും. വായതിന്റെ കല്യാണം ഉടനെ ഉണ്ടാവും. അപ്പൊ വായതിന്റെ കല്യാണം ഉടനെ ഉണ്ടാവും. പക്ഷെ അതുണ്ടാവട്ടെ. അല്ല അപ്പൊ എന്നിട്ടാ നമ്മള് കുടിച്ച എന്നിട്ട് നിറച്ചിട്ട് അത് മാണതി നമുക്ക് പറഞ്ഞ മനസ്സിലായില്ല. ഏത് കുടിവെള്ളം നടക്കണുള്ളു കുടിച്ചൂടെ? മറ്റേ കാട്ടിന്റെ ഉള്ളിൽ പോയിക്കാണ്ട് ആ തോട്ടത്താളൊക്കെ കുടിച്ചിനെ ചോദിച്ചക്ക്. ആരോടെ കുടിച്ച പോയതേ? അതില്ലേ ഞാൻ ഇല്ലല്ലോ. ഞാനല്ല ഫേക്കാർക്കല്ല കേട്ടോ. ഇവിടെ വീഡിയോ ആണെങ്കിൽ എനിക്ക് 440 500 ആക്കണം. ഈ ഒരു വീഡിയോ പോലെ 500 ആകുമ്പോൾ പ്രതീക്ഷിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാ. ഇൻസ്റ്റാലിട്ടാറിനാല് അത് വോയിസ് ഓവർ ഒക്കെ ചെയ്യണം. അത് എനിക്ക് പിന്നെന്താ അങ്ങനെ ടൈലേ അങ്ങനെ ചെയ്താലേ ഫോളോവേഴ്സ് കൂടെ ഉള്ളൂ. അജ്മൽ അക്കൗണ്ടിന്റെ പേരെന്താ? ഫുൾ പേര് അജ്മൽ മുഹമ്മദ്. അജ്മൽ മുഹമ്മദ് യൂട്യൂബ് അല്ലെങ്കിൽ അജ്മൽ ഫ്രീ ഇൻസ്റ്റയില് അങ്ങനെ എന്തെങ്കിലും കാക്ക അജ്മൽ ഫ്രീക്ക് ഫ്രീക്കി ബോയ്
കാരിപറമ്പെത്തി. നമ്മളെ അമ്പുട്ടന്റെ നാടാണിത്. ആരാ അമ്പുട്ടനെ ചോദിച്ചോ? അത് കമന്റ് വന്നോണ്ട്. അമ്പുട്ടൻ എന്ന് വന്നാൽ ഞങ്ങളെ മുറിഞ്ഞു പോയൊരു സഖാവാണ്. ഞങ്ങളിപ്പോ പഠിച്ചേ. അപ്പോ നമ്മള് അമ്പുട്ടന്റെ നാട്ടിൽ കൂടെയാണ് പോയോണ്ട് അത് ഓൻ ഗ്ലാസ് ഇട്ടിട്ട് ഓന് ഗീറൊക്കെ മാറ്റി മനസ്സിലായിണ്ടാവും. മൂനെ ഇപ്പഴാ എന്റെ ഒരു ഇത് എന്റെ ഭാഗത്ത് എടുക്കണേ. വണ്ടി ഓഫായ അപ്പം നമ്മൾ ആദ്യം കണ്ട പോണേ കോഴിക്കോടുന്ന്. കോഴിക്കോട് എത്തിയിട്ട് ആദ്യം കണ്ടാ പോണേ. ആദ്യം ചായ കുടിച്ച നല്ലൊരു ചായ കൂടി കുടിച്ച പിന്നൊരു ചോറ് വെച്ചിട്ട് പിന്നെ ചായ കുടിച്ചു. അത് ചായയും ചോറല്ലാത്തല്ലേ? അതല്ലേ ഷവർമ്മ റോളൊക്കെ കഴിക്കണം. അരികൂടെ ചെയ്തില്ലല്ലോ. അരികൂടെ മാത്രമേ ഷവർമ്മ ഉള്ളേ. നമ്മക്ക് മറ്റേ പല്ലാരസ്ഥ റുമാലി റോളാണ്. പല്ലാരസേ പറ്റൂന്. അടങ്ങൻ ഞാനപ്പോ കോഴിക്കോട് പോയോണ്ടിരിക്കുന്നത് കോളേജ് ടൈം. നമ്മള് പൂങ്കൂടി എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് എടവണ്ണപ്പാറക്കൂടിയാണ് പോണത് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മള് വിഷ്വൽസ് കുറച്ച് എടുക്കാം. ഓക്കെ, പോയി ഏകദേശം എടവണ്ണപ്പാറ എത്താനായിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കാണ്. പൊറ്റമ്മൽ തറവാട്ടിലെ മാണിക്യക്കല്ലാണ് നീ. അടുത്ത 5 കുറച്ച് വെള്ളം കണ്ടിയാ വെച്ച് വേണം. അത് മുനീസിനോട് ഗ്ലാസ് ഇട്ട് ഗ്ലാസ് ഇട്ട് മാങ്കുറിഞ്ഞി കോല. മുനീസ് വന്നവനതാ പറയുന്നത്. ഇത്താ ജോസിന്റെ കോലും ചേലായി. ആരെ ചക്കിയുടെ വീഡിയോ എടുക്കല് അവിടെ തന്നെ കയറി മുറിഞ്ഞാട്ടൊക്കെ തിരക്കി. മുറിഞ്ഞാട്ട് തിരക്കൊക്കെ ഓ കേട്ടില്ല തിരക്കാണ് മുറിഞ്ഞാട്ടില്. മുറിഞ്ഞാട്ടത് ഉണ്ടെങ്കിൽ പറയും. പറഞ്ഞോ ആർക്കാണ് വ്യൂ വീഡിയോ എടുക്കണ നോക്കണ്ട. വ്യൂ ആർക്കാണ്? വേറെ ആർക്കുണ്ട് ഇതില്? നമ്മുടെ ജന്മനാടാണ് പഞ്ചായത്ത്. പോണോ? അതിലാണ് പോയിട്ട് തിരക്ക് ഒഴിവാക്കാം. തിരക്കെല്ലാം നമുക്ക് വേണ്ടി ഇല്ലേ? ഹൗസ്ഫുള്ളാ ഷോ? നീ ആറാഴ്ച കൂടെ എല്ലാവർക്കും ഉണ്ടാവും. അല്ല ചക്കി എന്റെ വീഡിയോ എങ്ങനെയുണ്ട്? പാട്ടാടി നോക്കി ഔട്ട് അത്രേ ഉള്ളൂ. മുന്നേക്കൊക്കെ സൊറ്റേ ഞാൻ കിട്ടാ. പൊന്നാരക്ക തൈലം വാങ്ങി തെച്ചോടി. ഈ പിള്ളേർക്കൊക്കെ ഒരു വിചാരമുണ്ട്. പോയി ഒരു ഉണ്ണിയപ്പം കിട്ടുന്ന ഒരു സ്പോട്ടിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ഥലം എവിടെയാന്ന് കറക്റ്റ് അറിയില്ല. അപ്പം ഏകദേശം വാഹിദ് ഇങ്ങനെ പറഞ്ഞു, ടീമത്തെ കമ്പനിക്കാരൻ പറഞ്ഞു ഇവിടെ ഉണ്ണിയപ്പം കിട്ടുന്നൊരു സ്പോട്ട് ഉണ്ടെന്ന്. അപ്പോൾ
നമ്മളവിടെ വണ്ടി ഇവിടെ സൈഡാക്കി. ഇതാ അങ്ങോട്ട് ഇവിടെ തന്നെയാണ് പീടിക, അങ്ങോട്ട് പോയോണ്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പീടിക, ഉണ്ണിയപ്പം കിട്ടണ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ ഉള്ള പീടിയാണ്. നല്ല ഉണ്ണിയപ്പം കിട്ടുമെന്ന് വായത് പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഉണ്ണിയപ്പം കഴിച്ചിട്ട് ഇങ്ങനെ പോവാം. നമ്മൾ ഉണ്ണിയപ്പം കിട്ടുന്ന വായത് പറഞ്ഞ സ്പോട്ടിലെത്തി. അപ്പോൾ അങ്ങനെ കേട്ടോ, അപ്പോൾ ഇതാണ് ലൈവ് ഉണ്ണിയപ്പം അല്ലേ? ലൈവ് നെയ്യപ്പം അല്ല, ഉണ്ണിയപ്പം നെയ്യപ്പുള്ളൂ. എത്ര നേരം ഉണ്ടാവും? ഞായറാഴ്ച തിരക്കുണ്ടാവും അല്ലേ? അറുപത് ചുട്ടൂല്ലേ? അപ്പോൾ ഇത്തൻ്റെ നല്ലൊരു സംരംഭമാണ്. അപ്പോൾ എല്ലാവരും വിജയിപ്പിച്ച് കൊടുക്കും. നമ്മുടെ ടീമൊക്കെ ജോസ് ഉണ്ടല്ലോ. അപ്പോൾ വായിതാണ് നമുക്ക് വായിതാണ് നമുക്ക് ഈ കടനെ പരിചയപ്പെടുത്തിയത്. അപ്പൊ എത്ര കാലം കൊണ്ട് അറിയാം കട? അറിയാം. അപ്പൊ നമ്മള് ചായ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ചായ ചായ ഉണ്ണിയപ്പൊടി കഴിച്ചിട്ട് നമുക്ക് ബാക്കി വിഷൻസ് കാണാം. ചൂട് ഉണ്ണിയപ്പം. മുത്തേ, ഈ സ്ഥലത്തിന്റെ പേരെന്താ അറിയില്ല? ചൂട് തരണല്ല. അപ്പം ഈ സ്ഥലത്തിന്റെ പേര് തന്നെ യൂട്യൂബ്. ഇവിടെ കട തുടങ്ങിയിട്ട് എത്ര ഇത്ത? 4 വർഷമായില്ലേ? അപ്പോൾ ഇത്ത 4 വർഷമായിട്ടുണ്ടോ കടകൾ തുടങ്ങിയിട്ട്? അപ്പോൾ ഈ ഏരിയ കൂടെ ഒക്കെ പോകണവരുണ്ടെങ്കിൽ ഇത്തന്നെ സപ്പോർട്ട് ചെയ്യാം. നല്ല ചൂട് നെയ്യപ്പം, ചൂട് ഉണ്ണിയപ്പം അതുപോലെ ചൂട് നെയ്യപ്പം ഉണ്ട്. കഴിച്ചിട്ട് പോവാം. നല്ല ചായയും കിട്ടും. അത് വലിയ സെറ്റപ്പൊന്നുമില്ല, ചെറിയൊരു സെറ്റപ്പാണ്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ചൂട് കടികളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ. അപ്പോൾ നമ്മളിന്ന് ചായ കുടിച്ചട്ടെ. അതുകൊണ്ട് ചായയൊക്കെ കുടിച്ചു. അതുപോലെ തന്നെ ഉണ്ണിയപ്പം കഴിച്ചു. നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. എല്ലാവരും മസ്റ്റായിട്ട് മുന്നിലോട്ട് പോകുമ്പോൾ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബില്ല് കൊടുക്കണ്ട ഇവിടെ. ഓ അടിപൊളി ഉണ്ണിയപ്പം ഒന്നും പറയാനൊക്കെ ഇല്ല. അപ്പോൾ നമ്മളിന്ന് കോഴിക്കോടേക്ക് പോവാണ്. ഇന്നും കുറച്ചുകൂടി പോവാണ്ട് കോഴിക്കോടേക്ക്. ഉണ്ണിയപ്പം കഴിച്ചു. അടിപൊളി ഉണ്ണപ്പം അല്ലേ? ഒന്നും പറയാനുള്ള ഉണ്ണിയപ്പടി. ഈ ഏരിയ കൂടെ ഒക്കെ പോണവര് മസ്റ്റ് ആയിട്ട് ട്രൈ കേട്ടോ. ഈ ഏരിയ പേരിട്ടില്ലേ? പേര് നിങ്ങളോട് ചോദിച്ചിട്ട് എനിക്കറിയില്ല, നിങ്ങളാരും പറഞ്ഞു തരുന്നില്ല. അപ്പം ഉണ്ണിയപ്പം കഴിച്ചു ഞമ്മള്. അതാ ഇനി ഫ്രണ്ടില് എനിക്ക് അഞ്ഞിപ്പോ അവിടെ എത്തിയിട്ട് എടുക്കല്ലേ വ്ളോഗൊക്കെ? രാത്രിയല്ലേ? മറ്റേതേ വിഷയാവും. അപ്പൊ നമുക്ക് ഇനി കോഴിക്കോടേക്ക് ഇനി കുറച്ചുകൂടി പോവാണ്ട്. അപ്പൊ ചായ അതുപോലെ തന്നെ ഇവിടുത്തെ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് കഴിച്ചു. അപ്പൊ മാസം നടത്തുന്നൊക്കെ പറഞ്ഞാണ്ട് എടുക്കാറുണ്ട്. ഇതില് മാസം അടുത്തുണ്ട് തരാ. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് പോയോക്കട്ടെ. കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഓ ചായ നിർബന്ധ. അടുത്ത ചായക്ക് മൂടാലോടി. നമ്മള് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ബീച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ നമ്മളെ ചെക്കന്മാരൊക്കെ ഉണ്ട്. മനസ്സിലേ ബീച്ചിലെത്തിയില്ലേ? നമ്മൾ ഏകദേശം സ്റ്റാർബക്സിന്റെ അടുത്തെത്താനായിട്ടുണ്ട്. ഇന്നോടത്തെ പരിപാടി ഉണ്ടോ? ഇതേ ഒക്കെ ആളല്ലേ, ഒച്ചപ്പാടും വളൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും പോയേക്കാം. നടന്ന് നമ്മളെ ചെങ്ങായിനെ കണ്ടിട്ടുണ്ട്, ചെക്കനെ കണ്ടിട്ടുണ്ട്. വ്ളോഗൊക്കെ ഉണ്ടോ? എന്താ ബോസേ? എന്താ
എന്താ ഐറ്റംസ് ഇല്ലേ? ഉണ്ട്, സ്പെഷ്യൽ. ഓ സെറ്റാക്കാം. എടുത്തോ അകർക്ക് ഓർഡർ പറഞ്ഞിട്ടുണ്ട്, കഴിച്ചു നോക്കല്ലേ? സീന് താനോ കഴിച്ചു നോക്ക്. രസമുണ്ടോ? കൊള്ളാം. ഇങ്ങോട്ട് മാറിയേ കോഴിക്കോട് തന്നെ ഇടയില്. അപ്പൊ പിന്നെ ഷോപ്പ് ഒക്കെ അല്ലേ? ഇപ്പൊ വായത് അങ്ങനെ ചെക്കനെ പറഞ്ഞു വെച്ചില്ലേ? കഴിച്ചില്ല ആയാ മതി. ചക്കി ഇങ്ങനെയാണ് നേരെ വാനുവേ കൊടുക്കണത് തിന്നാന്. മുന്നേ അഭിപ്രായം പറഞ്ഞില്ല കഴിച്ചിട്ട്. ചക്കേ അഭിപ്രായം പറഞ്ഞില്ല. അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളേ? ബീച്ചിൽ വരിക, ട്രൈ ചെയ്യാ, അതെ അത്രേ ഉള്ളൂ. അപ്പൊ ചെക്കൻ്റെ ഒരു സംരംഭം ഉണ്ടത്, എല്ലാവരും ഉഷാറായി കൊടുക്കുക. ഓക്കെ ചോലിപ്പിച്ചല്ലേ ചക്കി. അപ്പൊ വായുധനെ ഒഴിവാക്കിയില്ലേ? വായുധ വരട്ടെ, ചെക്കന്മാരെ കഴിച്ചിലാട്ടെ, അതുകൊണ്ട് പറഞ്ഞാണ്. കഴിച്ചിലാവൂലേ? അവിടെ ഞാൻ നോക്കിയപ്പോ വായുധല്ലാത്ത ബാക്കി മൊത്തം ആൾക്കാരും പുതിയതാ. ആരും മനസ്സിലാണ് പോലുമില്ല. എല്ലാവർക്കും പിന്നെ അറിയാം, അവന് സെലിബ്രിറ്റി ആയോണ്ടേ. ആകെ പാർട്ടി പരിപാടിയായിട്ട് ആകെ പാട്ടുവണ്ടിയാണ് മൊത്തം. പാർട്ടിന്റെ പാട്ടുവണ്ടികളാണ് മൊത്തം. ആകെ ഒച്ചപ്പാടും പോളാണ് ബീച്ചില് മൊത്തം. ഇവിടെ അൽമുണ്ടോ? പോലീസിന് അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ കിടില ഇലക്ഷൻ പരിപാടിയല്ലേ? ആള് കുറവാണേ. അച്ചുവിൻ്റെ കട വരുന്നത് ബാറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ചെക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ചെക്കന്മാർ പാട്ട് പാടുന്നുണ്ട്. എന്താ കാറ്റ്, വ്ളോഗ് ഇന്ന് വന്ന് ഇവിടെ VR കയറാനും വേണ്ടി ചക്കി നിക്കാണ്. ചക്കിയ കേറി അപ്പൊ ചക്കി കേറാണ് VR-ക്ക്. കളിക്കോ ഫസ്റ്റ് കയറാ? വീട്ടുണ്ട് ജാതി തള്ളി ജാതിയായിട്ട് കയറാൻ ഇതില് ടോപ്പാണ്ട ഉണ്ട്. കാര്യത്തിൽ തന്നെയല്ലേ SLCന്ന് അൻഷിഫ് സത്യ ഇതേണ്ട് ചേർട്ടോ. അൻഷിഫ ഇതേണ്ട് ചേറ്.
നമ്മുടെ ചക്കൻ കേറുകയാണ് കേറുകയാണ് കേറുകയാണ്. ചെക്കൻ കയറാണ് കേട്ടോ. നമ്മളെ ചെക്കൻ വിആർക്ക് കയറാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ചെക്കൻ വിആറിൽ കയറും. ഞാൻ കാട് കേക്കുണ്ട്. മെല്ലനെ അറിയണേ എന്റെ വോക്കലിന്റെ ഒരു ഇതേ. ഹൈ സാധനം വെച്ചിട്ടുണ്ട്. ചക്കി എന്താ പറയട്ടോ, എന്താ എന്താ വിഷയം? ആട്ടി കൊടുക്ക ആട്ടി കൊടുക്ക. എന്താ എന്താ വിഷയം? എന്താ തുടങ്ങിയില്ല? എത്ര വിഷയം എന്താ പറയാ? ഇളക്കി കൊടുക്കുന്നത് മുനീസാണ്. വീശിക്കുന്നത് വായുതും അൻഷിബും. ജിബ് ഓടത്തി ഓടത്തി ഓടത്തി. അപ്പൊ ഓടിക്കോ പോയോണ്ട് ടീമ്. അല്ല അത് എത്ര ഇൻറ്റാ കിട്ടാ മുനീസേ? വായുത എത്ര ഇൻറ്റാ അറിയില്ലല്ലേ? നമുക്ക് വിലോട് ചോദിക്കാം. ബോസേ എത്ര ഇൻറ്റ് ഉണ്ടാവും? 2 അവിടെ നിക്ക്. ഓ നല്ല സന്തോഷത്തില. ഇളക്കി കൊടുക്ക്. നടന്നോളെ ശീലട്ടോ. അതൊട്ട് എടുക്കൂലപ്പോ. എന്താ ഫീല്? പറക്കണല്ലോ. അല്ല അപ്പുറത്തെ സ്ഥലത്ത് കഴിഞ്ഞോ? നല്ലോണം ഇളക്കിയോടെ. കൊഞ്ഞാണ്ടല്ലോ വരച്ചിട്ട് പൊടിച്ചാ നോക്കിയാ. ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ. അപ്പൊ ചെക്കനെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ് വായത് കയറിയിട്ടുണ്ട്. വായത് എനിക്ക് റേസിംഗ് വായത് ഇളക്കി തരണോ? വായത് എടുത്തി വായതേ കേറി പോകണ്ട്. നമ്മ കൂടിയില്ല. അടുത്ത ഞാനെന്ന് കയറി കേട്ടോ. മതില്ലേ? വായത് നല്ല കുലുക്കാണല്ലോ. എവിടെത്തി എവിടെത്തി? അരികോട് കഴിഞ്ഞോ? വായത് അരികോട് കഴിഞ്ഞോ? കൊക്ക കണ്ടോ? ഞങ്ങക്ക് രണ്ടാൾക്ക് സെയിമാ? സെയിം സ്ഥല? തുറന്നു വെച്ചേക്കുണ്ട്. അതിന്റെ
കൊറേ ഇറങ്ങണ്ടല്ലോ മുനീഷാന്ന്. ഇതിന്റെ എക്സ്പ്രഷൻ കണ്ടില്ലടി ഇപ്പൊ ആരെ കണ്ടില്ല. അതിന് എക്സ്പ്രഷൻ അവിടെ വായതിന് കോൺഫിഡൻസ് ഉണ്ടടാ. അതിലൊക്കെ ഫുൾ പാറക്കാറ്റ് അയച്ചു പിടിച്ച പൂ. എല്ലാരും നോക്കണ്ട്. അതെ ഒട്ടകം ഒട്ടകം ഒട്ടകം. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് ഒട്ടകത്തിന് കണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മള് ചായ കുടിച്ചാൻ കേറിയിട്ടുണ്ട്. ചായ കുടിക്കണേ. കല്ലുമകായ എത്തിയിട്ടുണ്ട്. നമ്മൾ കല്ലുമകായ എടുത്തോ. ചായ കുടിച്ചോണ്ടിരിക്കണേ. അഞ്ചത്തെ കാട്ടിരുത്തേ കാട്ടി ഇങ്ങോട്ട് കാണിച്ചോണ്ടാ ഷമൂഷ. ഓ എത്രങ്ങാനും കല്ലുമകായ. മുനീസൊക്കെ 4 കല്ലുമകായൊക്കെ. ആ എന്നാ അത് ഞാൻ സമൂസ വായതെന്താ കാട്ടിരുത്തേ. ഇത് വെറും കല്ലുമകായല്ല, ആഫ്രിക്കൻ കാടുകളിൽ നിന്ന് കാടിറങ്ങി പൂമ്പാറ്റ കല്ലുമകായ സ്പെഷ്യൽ സാധനം അല്ലേ. അപ്പൊ എല്ലാരും മസ്റ്റായിട്ട് കോഴിക്കോട് ബീച്ചിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. അച്ഛൻ വിവരിച്ചാ അത്ര ഡോപ്പ് അച്ഛൻ വിവരിച്ച വീഡിയോ ഓണം അച്ഛൻ വിവരിച്ച അത്ര ഡോപ്പ് അച്ഛൻ വിവരിച്ച ചോട്ടി വരണം മുനീസ് മൈത്ര 50 ഇക്ക ഒന്നുകൂടി പറയോ. പറഞ്ഞോളി ഒന്നുകൂടി പറയും. നിങ്ങളിപ്പം പറഞ്ഞ അതേ ഇതിൽ പറയും ദമ്മില്. ആ ചായ ഉണ്ട്, കോഫി ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്. അതല്ല നേരത്തെ പറഞ്ഞു മാമുക്കോയുണ്ട്. അധോലോകത്തിന് കിട്ടാത്ത കടികളില്ല, വെറൈറ്റി കടികൾ അധോലോകത്തിന് മാത്രമേ ഉള്ളൂ. ബസ് സ്റ്റോപ്പ് പറഞ്ഞോടിക്കുക, അധോലോകത്തിന് മുമ്പിൽ നിൽക്കണെന്ന് പറയണ്ട കേട്ടോ. അപ്പൊ ഈ അധോലോകത്തേക്ക് വന്നോളി, ചായ കുടിച്ച് പോയിക്കോളി. പുളി തമ്മിൽ വന്നോളിട്ടോ. കിടിലൻ ചായയാണ്. മാമുക്കോയ വരെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് മാമുക്കോയനമാണ്, അത് വരെ ഇവിടെ ഉണ്ട്. അതാണ് കാക്കാര്. അല്ല ഓനെ നേരത്തെ കിട്ടി, വിവരണം കിട്ടി. എല്ലാരും ഇവിടെ ചാടിച്ചോ. ചന്ദ്രനുണ്ടോ ചേട്ടാ? സിംഗിളായി നിൽക്കുന്നു മുനീസ്. സ്വയം ചായ കുടിച്ച് ആലോചനയിൽ ഏർപ്പെടുന്ന മുനീസ് മൈത്ര. ഇവ പിന്നെ ഇങ്ങനെ ടോപ്പായി നിൽക്കും. വലിയ സംഭവം വിചാരം ഓനിങ്ങനെ എത്തും പറയില്ല. പിന്നെ ഒരു ചിക്കൻ 10 നോ പറഞ്ഞു. അത് 195 215 235 പിന്നെ നീ വേറെ വേണോ? അപ്പൊ 20 കൂട്ടിയാണ്. എന്താ ഇവിടുത്തെ ലൈവ് കടികളായിട്ടതൊക്കെ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ബോക്സ് ഉണ്ടോ? മാഷാ അല്ലാ ചെക്കന് ഇനിയും കച്ചവടങ്ങൾ ഉണ്ടാവട്ടെ അല്ലേ. ഇനിയും കച്ചവടങ്ങൾ ഉണ്ടാവട്ടെ. അത്രേ ഉള്ളൂ. ആമീൻ പറയും ഇനിയും കച്ചവടങ്ങൾ ഉണ്ടാവട്ടെ.
അണ്ടർറേറ്റഡ് ചങ്ങായി കേട്ടോ. അതെ പിന്നത്താ ഇജു അവിടെ സൗത്ത് പുത്തലത്ത് കളിക്കിറങ്ങിയില്ലേനോ? ഇറങ്ങി അങ്ങനെ നാടത്തെ കളിക്കൊന്നും ഇറങ്ങിയില്ല. അഖിലേന്ത്യ കണ്ടിട്ടുണ്ടാവും. എന്നാ അഖിലേന്ത്യ ഞാൻ കണ്ടില്ല. മുത്തയ്യയുടെ സ്ഥലം നമ്മളെ ഡയറി കോടനല്ലേ? അത് സെറ്റാക്കി നമ്മളൊരു കളിയൊക്കെ അല്ലേ? ഇവനെ വിളിച്ചാൽ വരുമോ? എന്റെ അഭിപ്രായത്തിൽ നമ്മളെ ഒരു കളി വെച്ചാൽ വിളിച്ചാൽ വരുമോ? ഞാൻ വിളിച്ചാൽ വരൂല. പിന്നെ നമ്മളൊരു പാവം ഗോളി കേട്ടോ, അവിടെ ചോദിച്ചാൽ മറ്റേ ആണ്ടിലെ ഇവിടെ വമ്പ ചർച്ചയിലാട്ടോ. എന്താ ചർച്ച ചെയ്യണമെന്ന് അറിയില്ല. വമ്പ ചർച്ചയില. എന്നോട് സ്റ്റോറേജ് ചോദിക്കാൻ പാടില്ല. എന്നോട് ചോദിക്കാനേ പാടില്ല. എത്ര വീഡിയോസ് ആയി എന്ന് ചോദിക്കാൻ പാടുള്ളൂ. എന്നോട് ചോദിക്കാനേ പാടില്ല. ഞങ്ങൾ വാങ്ങിയ നാട്ടിൽ ഇതാന്ന് വാങ്ങിയെന്നാലേ ഒറ്റമൈല് മുനീസ് ഒറ്റമൈല് വാങ്ങാൻ നിൽക്കണേ. എന്നാ പിന്നെ എനിക്ക് ഒന്നെടുത്തോ. ഒന്ന് മതി. ലാസ്റ്റ് വെട്ടിങ് കാലിയായിട്ടുണ്ട്. ലാസ്റ്റ് വെട്ടിങ് കാലിയായിട്ടുണ്ട്. ലാസ്റ്റത്തെ നമ്മളാണ് വാങ്ങിയത്. കഴിക്കാണ്. അപ്പൊ ഇന്ന് അച്ചോ 4 ബോക്സ് തീർന്നിട്ടുണ്ട്. 3 ബോക്സ് ഉഷാറാട്ടെ. അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ വിജയിക്കാന്ന് വലിയൊരു കാര്യം തന്നെയാണ്. അത് പോലെ അത്രയും കഠിനാധാനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അപ്പം എല്ലാരും ഇതൊക്കെ വാങ്ങി ശേഖരിച്ചു കൊടുക്കുക. ഓക്കെ കാണോ കാണോ അപ്പൊ മുത്തഞ്ഞ് വിട്ട് പോവാ. കഴിഞ്ഞില്ലേ? അപ്പോ ചെക്കന്മാരെ ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഓലെ വിട്ടു പോവാൻ നിക്കാണ്. അച്ചൂസിനെ അന്നത്തെ വ്ളോഗ് മെയിൻ ഫോട്ടോ എന്റെതാ. ഒരു മിനിറ്റ് അതല്ല, നമ്മളന്നത്തെ ലക്ഷ്യം എന്ന് വെച്ചാല് അച്ചോ നമ്മളെന്താ ലക്ഷ്യം എന്ന് വെച്ചാൽ രണ്ട് ഇത് ഉഷാറാക്കി കൊടുക്കുക, എല്ലാവർക്കും എത്തിക്കാന്നുള്ള സംഭവമാണ്. ഓനതുണ്ട് അത്. അതായത് അച്ചുവിന്റെ ഈ ഒരു സംരംഭം വിജയിപ്പിച്ച് കൊടുക്കുക നമ്മളന്നത്തെ മെയിൻ ലക്ഷ്യമായിട്ട് നമ്മൾ കണ്ടത്. അപ്പം അത് വിജയിച്ചിട്ടുണ്ട് ഏകദേശം അല്ല മൊത്തം കഴിഞ്ഞു. ഇനി ഓല് വിട്ടു പോവാൻ നിൽക്കണം അല്ലേ? നമുക്ക് ഇനിയിപ്പോ വായതിന്റെ ഭാഗം മന്തി ഉണ്ട്. ബൈക്ക് ഉണ്ട് എടുക്കാൻ മറന്നു. അതന്നെ പറഞ്ഞേ, വ്ളോഗ് മൈക്ക് തന്നെ ഉദ്ദേശിച്ച്. നമ്മളെന്നാ പോയോക്കല്ലേ അഞ്ചുപേ? പോയോക്കാം പച്ചോ? ഞങ്ങൾ പോയോക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ച് ഇങ്ങനെ പോയോക്കട്ടെ, കാണാം. ഓക്കെ. ഏകദേശം ബീച്ചൊക്കെ കറങ്ങി, ഏകദേശം എല്ലായിടത്തും കറങ്ങി, ചായയൊക്കെ കുടിച്ചു. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോ നമ്മള് ഇവിടുന്ന് ഫുഡ് കഴിക്കണില്ല, നമ്മള് നാട്ടിൽ തന്നെ ഏതെങ്കിലും മന്തി ഷോപ്പ് കയറാനുള്ള പ്ലാനിങ് ആണ്. നമുക്ക് നാട്ടിൽ മന്തി ഷോപ്പ് കയറാൻ പോരെ? അപ്പം നമ്മൾ ഇന്നത്തെ കോഴിക്കോട് ബീച്ചിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇനി നാട്ടിൽ തിരിക്കുകയാണ്. ഓക്കെ, നമ്മളന്നത്തെ കുഞ്ഞു വ്ളോഗ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. നമ്മള് ഫുഡ് കഴിച്ചു, ടാക്കൂസ് കയറിയിട്ട് ഷവായും അതുപോലെ കുബൂസ് റുമാലിയൊക്കെ കഴിച്ചു അല്ലേ. അപ്പൊ ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും മസ്റ്റായിട്ട് നമ്മളെ ഈ വ്ളോഗ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.